അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മോട് വിട പറഞ്ഞു. ഇപ്പോൾ റബീഉൽ ആഖിർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. എന്താ റബീഉൽ ആഖിർ മാസത്തിൻ്റെ പ്രത്യേകത? അറിയോ? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് കൊണ്ടാടുന്ന മാസമാണ് അല്ലേ? റാത്തീബുകളും അതുപോലെ തന്നെ കുത്തുബിയ്യത്തൊക്കെ വീടുകളിലൊക്കെ നടത്തിയിരുന്നു പഴയ കാലത്തൊക്കെ. ഇപ്പോഴും നമ്മളെ വീടുകളിലൊക്കെ നടക്കുന്നുമുണ്ട്. ഏതായാലും അല്ലാഹു തആല അത്തരം മഹാന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലൊക്കെ വർധനവ് നൽകുമാറാകട്ടെ. പഠിച്ചതനുസരിച്ചൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് അമലിയാത്തിലെ 9ാമത്തെ പാഠമാണ് നാം ചർച്ച ചെയ്യുന്നത്. 8 പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വുളൂഇൻ്റെ ഷർത്തുകൾ, ഫർളുകൾ, സുന്നത്തുകൾ, വുളൂ ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥനകൾ, ദുആകൾ, അതിനുശേഷം വുളൂ മുറിയുന്ന കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. അതൊക്കെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെ. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമസ്കാരത്തിൻ്റെ ഫർളുകളാണ്. നമ്മളൊക്കെ നിസ്കരിച്ച് തുടങ്ങിയല്ലോ. ഇനി നിസ്കാരത്തിലെ ഫർളുകൾ ഏതൊക്കെയാണ്? അതറിഞ്ഞാലാണ് ഇത് ഫർളാണോ അല്ലെങ്കിൽ സുന്നത്താണോ എന്ന് മനസ്സിലാക്കണം. ഫർളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങൾ എന്താവുകയില്ല, ശരിയാവുകയില്ല. അപ്പം അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഫർളുകൾ എത്രയാണെന്നും അത് എന്തൊക്കെയാണെന്നും പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതെ. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 എത്രയാണ്? 14 ഫർളുകളുണ്ട്. നിങ്ങൾക്കത് ആദ്യം അറിയുന്നോ? ഇല്ല, കാരണം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അതെ. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് അല്പം മാത്രം നമുക്ക് ചർച്ച ചെയ്ത് പിന്നീട് അടുത്ത ക്ലാസ്സിലും ചർച്ച ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നമസ്കാരത്തിൻ്റെ ഫർളുകൾ ഒന്നാമത്തത് എന്താണ്? നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താ അറിയോ നിങ്ങൾക്ക്? വുളൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നത്? നിയ്യത്ത് വെച്ചില്ലായിരുന്നോ? അതുപോലെ നിസ്കാരത്തിനും ഒന്നാമത്തെ ഫർള് എന്താണ്? നിയ്യത്താകുന്നു. ഒന്നെന്താണ്? നിയ്യത്ത്. ഫർളാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഇന്ന ഫർള് ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതണം. ഉദാഹരണം നമ്മൾ പറയാം. ളുഹ്ർ നിസ്കരിക്കുകയാണ് ഒരാൾ. അപ്പം എന്ത് ചെയ്യണം? ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. മനസ്സിലായോ? ളുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. മനസ്സിലായപ്പോൾ? അപ്പം നിയ്യത്ത് നാം നിർബന്ധമായും കരുതേണ്ട ഒരു കാര്യമാണ്. ഇത് ഫർള് നമസ്കാരമാണെങ്കിൽ ഇന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഇനി അസ്റാണെങ്കിലോ അസ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. മഗ്രിബാണെങ്കിലോ മഗ്രിബ് എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ഇശാ ആണെങ്കിലോ ഇശാ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. സുബ്ഹ് ആണെങ്കിലോ സുബ്ഹ് എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു. അല്ലേ? ഇങ്ങനെ 5 വക്ത് നിസ്കാരം ഫർള് നിസ്കാരമുണ്ട്. ഈ 5 വക്ത് നിസ്കാരത്തിനും എന്ത് ചെയ്യണം?
ഇന്ന ഫർളാണ് എന്ന് നിർണ്ണയിക്കണം. ഒരാൾ അസ്ർ നിസ്കരിക്കണം, ആ സമയത്തു ളുഹർ എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ നിസ്കരിച്ചാൽ അസ്റായി മാറുമോ? അസ്റാകുമോ? ഇല്ല. അതേപോലെ എന്താണ്, ഇന്ന ഫർള് എന്ന് പ്രത്യേകം കരുതൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഉദാഹരണം നമ്മൾ പറയാം, ഒരാൾക്ക് കോഴിക്കോട്ടേക്ക് ബസ് കയറണം. അയാൾ കയറിയത് എങ്ങോട്ടാണ് ബസ് കയറിയത്? കണ്ണൂരിലേക്കാണ് കയറിയത്. കോഴിക്കോട്ടേക്ക് പോകേണ്ട ആൾ കണ്ണൂരിലേക്ക് ബസ് കയറിയിട്ട് കാര്യമുണ്ടാവും? ഇല്ല. എന്നതുപോലെ ഫർള് ളുഹർ നിസ്കരിക്കുന്ന ആൾ അസ്ർക്ക് നിയ്യത്ത് വെച്ചിട്ട് കാര്യമുണ്ടാവും? അസ്റിൻ്റെ നിയ്യത്ത് വെച്ചിട്ട് കാര്യമുണ്ടാവും? ഇല്ല. അപ്പം ഇന്ന ഫർളാണ് എന്ന് വ്യക്തമായി തന്നെ കരുതണം. ഇതാണ് നിയ്യത്ത്. മനസ്സിലായപ്പോൾ എല്ലാവർക്കും? ഇപ്പോൾ ളുഹറിൻ്റെ നിയ്യത്ത് എങ്ങനെ വെക്കാമെന്ന് എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. അസ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. മഗ്രിബ് മഗ്രിബ് എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. ഇശാ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. സുബ്ഹ് എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. അല്ലേ? ഇതാണ് നിയ്യത്ത്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ നിങ്ങൾ ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് മുസല്ലിയിലൊക്കെ നിന്നിട്ട് നമ്മൾ എന്താ നിയ്യത്ത് വെക്കേണ്ടത് പറഞ്ഞേ? ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. മനസ്സിലായോ? അതെ. അപ്പോൾ ഒന്നാമത്തെ ഫർള് എന്താണ്? നിയ്യത്താകുന്നു. ഇനി രണ്ടാമത് പറഞ്ഞു വെക്കല്ലേ, അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. നിയ്യത്ത് മനസ്സിൻ്റെ ഉള്ളിൽ കരുതണം. നമ്മൾ ഒതു ഉണ്ടാക്കുമ്പോൾ ചർച്ച ചെയ്തിരുന്നു. അന്ന് നമ്മൾ നിയ്യത്ത് വെക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അല്ലേ? കരുതലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ. ഇത് ചൊല്ലണം. എന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. മനസ്സിലായോ? തക്ബീറത്തുൽ ഇഹ്റാം എന്ത് ചെയ്യണം? ചൊല്ലൽ. എങ്ങനെ ചൊല്ലല്? അല്ലാഹു അക്ബർ. ഒന്ന് പറഞ്ഞെല്ലാവരും, അല്ലാഹു അക്ബർ. ഇനി നിയ്യത്ത് ചെയ്യാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് ചൊല്ലുകയാണ് എല്ലാവരും. ളുഹർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ കാര്യം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. ഇനി മൂന്നാമത്തെ കാര്യം നിൽക്കാൻ സാധിക്കുന്നവൻ നിന്ന് നിസ്കരിക്കൽ. നിൽക്കാൻ സാധിക്കുന്നവൻ നിന്ന് നമസ്കരിക്കൽ. നിൽക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്താൽ മതി? ഇരുന്ന് നിസ്കരിച്ചാൽ മതി എന്ന് മനസ്സിലാവും. നിൽക്കാൻ സാധിക്കുന്നവൻ എന്ത് ചെയ്യണം? നിന്ന് നിസ്കരിക്കണം. മനസ്സിലായോ? നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവനോ അവൻ ഇരുന്ന് നിസ്കരിക്കണം. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. മനസ്സിലായോ? അപ്പം നിൽക്കാൻ സാധിക്കുന്നവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. നമുക്കൊക്കെ നിന്ന് നിസ്കരിക്കാൻ കഴിയൂലേ? കഴിയും. നമ്മളൊക്കെ എന്ത് ചെയ്യണം? നിന്ന് നമസ്കരിക്കണം അല്ലേ? ഇനി നാലാമത്തെ കാര്യം നോക്കൂ, ഫാത്തിഹ ഓതൽ. നിങ്ങൾക്കൊക്കെ ഫാത്തിഹ ഓതാ അറിയോ? മദ്രസയിൽ നമ്മൾ ചെന്നാൽ ആദ്യമായി ബെല്ലടിച്ച് ഫാത്തിഹ ഓതൂലേ? നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്നേ കേട്ടതാണെന്ത്? ഫാത്തിഹ കേട്ടിട്ടില്ല നിങ്ങൾക്ക്? പിന്നെ 2-ാം ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഏതാണ്? ഫാത്തിഹ ഓതാൻ പഠിച്ചു. നിങ്ങൾക്ക് കാണാതെ കിട്ടൂല ഫാത്തിഹ നമുക്ക് ഹിഫ്ളും കൂടിയാണ് അല്ലേ? അതെ, കാണാതെ എല്ലാവർക്കും കിട്ടും അല്ലേ? എല്ലാവർക്കും കിട്ടൂലേ? അതെ. എന്നാൽ ഫാത്തിഹ ഓതലാണ് നിസ്കാരത്തിൽ 4-ാമത്തെ ഫർള്. നിങ്ങളൊന്ന് ഫാത്തിഹ ഓതിയേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം.
മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതാണ് ഫാത്തിഹ അല്ലേ? ഈ ഫാത്തിഹ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. എപ്പോഴാ ഓതണ്ട? നിങ്ങൾ നിയ്യത്ത് ചെയ്ത്, അഥവാ നിയ്യത്ത് മനസ്സിൻ്റെ ഉള്ളിൽ കരുതി തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് കെട്ടിയ ശേഷം എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതൽ. മനസ്സിലായോ? ഇനി ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. എന്താ? നിങ്ങൾ കണ്ടില്ലേ, നിസ്കരിച്ചുമ്പോൾ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യല് സാധാരണ? റുക്കൂ ചെയ്യും. നല്ല കുട്ടികൾ അല്ലേ? റുക്കൂ ചെയ്യും. എങ്ങനെയാ റുക്കൂ ചെയ്യുന്നു കാണിച്ചേ നിങ്ങളെല്ലാവരും? നമുക്കറിയോ? അപ്പോൾ അഞ്ചാമത്തെ കാര്യം റുക്കൂ ചെയ്യലാകുന്നു. മനസ്സിലായോ? അപ്പം 5 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. അത് മതി, ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പം നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്രയാണ്? 14 എണ്ണമാകുന്നു. നല്ല കുട്ടികളാണ്. ഒന്നാമത്തെ കാര്യം നിയ്യത്ത്. രണ്ടാമത്തെ കാര്യം അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. 3 നിൽക്കാൻ സാധിക്കുന്നവൻ നിന്ന് നിസ്കരിക്കൽ അല്ലേ? 4-മത്തെ കാര്യം ഫാത്തിഹ ഓതൽ. അങ്ങനെ തന്നെ 4-മത്തെ കാര്യം ഫാത്തിഹ ഓതൽ. 5 റുക്കൂ ചെയ്യൽ. 5 കാര്യം പഠിച്ചോ? വളരെ ഉഷാറായി അല്ലേ? 5 കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമുക്കറിയാം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയല്ലേ? ആദ്യം നമ്മൾ നിയ്യത്ത് വെക്കും, പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടേണ്ടത്. പിന്നീട് എന്ത് ചെയ്യാം? ഫാത്തിഹ ഓതും, പിന്നീട് നമ്മൾ റുക്കൂ ചെയ്യും. നമുക്കറിയില്ലേ? ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം പിന്നീട് അല്ലേ? 5 കാര്യങ്ങൾ നിങ്ങൾ കാണാതെ വീട്ടിൽ നിന്ന് പഠിക്കുകയും ചെയ്യുകയും ചെയ്യുക, തെറ്റുകൂടാതെ. മനസ്സിലായോ? എല്ലാവരും പുസ്തകം എടുക്കൂ. എന്നാൽ എടുത്തോ? പാഠം 9 നമസ്കാരത്തിൻ്റെ ഫർളുകൾ. കണ്ട? നോക്കൂ, നമസ്കാരത്തിൻ്റെ ഫർളുകൾ 14 1 നിയ്യത്ത്. ഫർളാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഇന്ന ഫർള് ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതണം. ഉദാഹരണം, ളുഹർ എന്ന ഫർള് ഞാൻ നമസ്കരിക്കുന്നു, ഇതുപോലെ മറ്റു നമസ്കാരങ്ങളും കരുതണം. 2 അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. 3 നിൽക്കാൻ സാധിക്കുന്നവൻ നിന്ന് നമസ്കരിക്കൽ. 4 ഫാത്തിഹ ഓതൽ. 5 റുക്കൂ ചെയ്യൽ. മനസ്സിലായോ? നോക്കൂ, ഞാനൊന്ന് വായിക്കാം, നിങ്ങളും വായിക്കുക. പാഠം 9 നമസ്കാരത്തിൻ്റെ ഫർളുകൾ. നമസ്കാരത്തിൻ്റെ ഫർളുകൾ 14 ഉറക്കെ വായിക്കും. 1 നിയ്യത്ത്. കയ്യിൻ്റെ വിലക്ക് കേട്ടോ. ഫർളാ നമസ്കരിക്കുന്നതെങ്കിൽ ഇന്ന ഫർള് ഞാൻ നമസ്കരിക്കുന്നുവെന്ന് കരുതണം. ഉദാഹരണം, ളുഹർ എന്ന ഫർള് ഞാൻ നമസ്കരിക്കുന്നു, ഇതുപോലെ മറ്റു നമസ്കാരങ്ങളും കരുതണം. 2 അല്ലാഹു അക്ബർ എന്നു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. 3 നിൽക്കാൻ സാധിക്കുന്നവൻ നിന്നു നമസ്കരിക്കൽ. 4 ഫാത്തിഹ ഓതൽ.
5 റുകൂഅ് ചെയ്യൽ. ഓക്കെ അല്ലേ? ഇത് വീട്ടിൽ നിന്നും 5 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ ഈ 5 കാര്യങ്ങളും എഴുതി ഉമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കുക, ഉസ്താദിന് കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ? തെറ്റുകൂടാതെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.